കൊണ്ടാലും പഠിക്കില്ലെന്ന് വെച്ചാൽ അവളെ മക്കളെയും കൊന്നുകളയാനും മടിക്കില്ല ഞാൻ. അത്രയ്ക്കുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കുഞ്ഞു പെങ്ങൾ മനസ്സിൽ കോരിയിട്ട കനലിന്റെ ചൂട്. പാർത്തമ്പിള്ള അവസാനിച്ചാലും അണയില്ലത്. ഓ കേട്ടില്ലടി, എന്നെ തല്ലാൻ കുറെ നരുന്ത് പയ്യന്മാരെ ഇറക്കിയിരിക്കുന്നു നിന്റെ നാത്തൂൻ. അവളെ പറ്റി പറയാൻ നിനക്ക് 100 നാക്കായിരുന്നല്ലോ. പോടിയകത്ത് ഇല്ലേ? ഓ, കുടിപ്പക കൂടപ്പറപ്പിനോടാകുമ്പോ കൂടി കൂടി വരും, ശരിയല്ലേ? ഇന്നലെ വരെ ഞാൻ ക്ഷമിച്ചു, എന്നും എന്നോടൊപ്പം നിൽക്കുന്ന നിങ്ങളെ മാനിച്ച്. അത്രയ്ക്ക് വേണ്ടിയിരുന്നു പാർത്തമ്പിള്ളേ എന്ന് ഈ പെരുങ്ങോട്ടുകരയിൽ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ തളർന്നു പോകും. എന്താ വേണ്ടെന്ന് വെച്ച് പറഞ്ഞാ മതി, ഞങ്ങൾ എല്ലാവരും കൂടിയുണ്ട്. വർഷങ്ങളായിട്ട് അവിടെ തെങ്ങ് കയറാനോ പറമ്പിലെ കൃഷിപ്പണിക്കോ ഇവിടുന്ന് ആരും പോകുന്നില്ല. പൊന്നു വിളയേണ്ട മണ്ണ് ഇപ്പൊ കളമൂടിക്കെടുക്കല്ലേ. ഇതിനും വലിയ ശിക്ഷ ഇനി കൊടുക്കാനുണ്ടാ? ഞങ്ങൾ എന്താ വേണ്ടത്? തല്ലണോ കൊല്ലണോ? അതിനൊക്കെയുള്ള ചുണക്കുട്ടികളെ നഗരത്തിൽ നിന്ന് എന്റെ മോൻ വിട്ടുകഴിഞ്ഞു. അവരിപ്പോ എത്തും. എന്നെ തല്ലാമെന്നവര് തല്ലുകൊണ്ട് ഓടുന്നത് എനിക്കൊന്ന് കാണണം. പറ്റില്ല, നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. വരില്ലെങ്കിൽ നിന്നെ കൊണ്ടുപോകാൻ ഞങ്ങൾക്കറിയാം. നീ ഒരാൾ കാരണം ഞങ്ങൾ കോളേജിൽ നിന്ന് പുറത്തായത്. പോൾ സാറും ട്രീസ മാഡോ ക്യാമ്പസ് മുഴുവൻ ഞങ്ങൾ വെറുത്തു. ഞങ്ങളുടെ നിരപരാധിത്വം ഞങ്ങൾക്ക് തെളിയിക്കണം. അതിന് നീ ഞങ്ങളോട് വന്നേ പറ്റൂ. കോളേജിൽ വന്ന അന്നു മുതൽ നീ ഞങ്ങളുടെ റിബല. അവസാനം എല്ലാ കുറ്റവും ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് നീ മുങ്ങി. പുറപ്പെട്, ഇപ്പൊ തന്നെ നീ ഞങ്ങളുടെ കൂടെ വരണം. ഇഷു പ്ലീസ്, അടുത്ത മാസം നമ്മുടെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് വരിക. അതിനു മുമ്പ് ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിച്ച് ക്ലാസ്സിൽ കയറണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങളുടെ പേരിൽ ഒരു പരാതിയില്ല. അത് നീ ഇവിടെ നിന്ന് പറഞ്ഞാ പോരാ, അങ്ങ് കോളേജിൽ വന്ന് എല്ലാരും ബോധ്യപ്പെടുത്തണം. എനിക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല. പ്ലീസ്, നിങ്ങൾ തിരിച്ചു പോ. ഞങ്ങൾ തിരിച്ചു പോവും, പക്ഷേ കൂടെ നീയും ഉണ്ടാവും. നീ നാട്ടുകാരെ വരട്ടുന്ന പോലെ ഞങ്ങളെ വരട്ടാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ, ചുരുട്ടിയെടുത്ത് കൊണ്ടുപോയി ഞങ്ങള്. കാണുന്നത് ഇവിടുത്തെ വലിയ റൗഡിയാന്ന് വിചാരിച്ചോ? ഞങ്ങൾ പിന്നെ തല്ലാനും കൊല്ലാനും വന്നല്ല. ഇവൻ ഞങ്ങളുടെ കൂടെ കോളേജിൽ വരണം, വന്നാലേ ഞങ്ങൾ ഇവിടുന്ന് പോവും. ഞങ്ങൾക്കുണ്ടേ പപ്പയും മമ്മിയൊക്കെ. വലിയ പ്രതീക്ഷയൊന്നുമില്ലെങ്കിലും പപ്പയ്ക്കും മമ്മിക്കും ഇടയിൽ ഒരു അതിർത്തി തർക്കം പോലെ എന്നും ഞാനുണ്ട്. ഒരു കാര്യം ഉറപ്പാ, ആകാശത്തിന് പൊട്ടി മുളച്ചൊന്നുമല്ല ഞങ്ങളും. നൊന്തു പറ്റ തന്നെ. ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല. ക്ലാസ്സിൽ നിന്ന് പുറത്താണെങ്കിലും ഇതൊരു വെക്കേഷൻ ട്രിപ്പാന്ന് നിങ്ങൾ കരുതും. ഇതെന്താ പരിപാടി? നമ്മളായിട്ടൊരു പ്രശ്നത്തിന് പോകാൻ നിൽക്കണ്ട, വെറുതെ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും. അയ്യോ മോനെ, വേണ്ട ഏട്ടാ, ഏട്ടാ വേണ്ട ഏട്ടാ, കേക്ക് വരെ അകത്തേക്ക് പോ. വന്നേ അകത്തേക്ക് വാ, കേക്ക്. ഞങ്ങള് കിഷോറിനെ കാണാൻ വന്നത്. പക്ഷേ ഞങ്ങൾക്ക് കാണേണ്ടത് നിങ്ങളെയാ. ഞങ്ങളെയോ? എന്തിന്? നീ വേണം പൊക്കോ. ഇവന്മാർക്ക് അധികം മേടിച്ച് പോവാൻ ഞങ്ങളില്ല. അടിക്കണം അവനെ.
അളിയ ഇതുപോലൊരു ഐറ്റം നിന്റെ കയ്യിലുണ്ടായിരുന്നോ? ഡാ ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ട് എന്റെ മോൻ നിങ്ങളുടെ കൂടെ വരാത്തതെന്ന്? ഞങ്ങളെ ആരെങ്കിലും സഹായിക്കാൻ എത്തിയ അപ്പൊ എത്തും അമ്മാവന്റെ കുണ്ടകൾ. 12 വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിൽ നിന്ന് ഈ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ തുടങ്ങിയതാ ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ. നാട്ടുകാരെ കൂടെ നിർത്തി എല്ലാ അർത്ഥത്തിലും ഞങ്ങളെ ദ്രോഹിച്ചു. പഠിക്കാനുള്ള കൊതിയോടെ ഞാൻ കോളേജിൽ വന്നു. പക്ഷെ അവിടെ എത്തി എന്നെ ദ്രോഹിക്കാൻ അമ്മാവന്റെ കുണ്ടകൾ. അതെല്ലാം സഹിക്കാൻ ഇവളുടെ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം വരന്റെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി അതും മുടക്കി. ഈ വീട്ടിൽ കറണ്ട് ഇല്ലാത്ത എന്താണെന്നറിയാവോ? KSEBക്കാർ വന്ന് പലതവണ ഫീസ് ഇട്ടതാ. പക്ഷേ അമ്മാവന്റെ ആളുകൾ വന്ന് അത് വലിച്ചു കളി. അതോടെ അവരാ പരിപാടി നിർത്തി. സോറി കിഷോർ. ഹേയ്, ഞാനാ നിങ്ങളോട് സോറി പറയേണ്ടത്. ഞാൻ കാരണമല്ല നിങ്ങൾ കോളേജിൽ നിന്ന് പുറത്തായത്. ഞാൻ നിങ്ങളുടെ കോളേജിൽ വന്ന് എല്ലാ സത്യങ്ങളും പറയാം. അതോടെ നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറാലോ. ഞങ്ങൾ മാത്രമല്ല, നീ ഞങ്ങളുടെ കൂടെ കോളേജിലുണ്ടാവും അല്ലടാ? അതെ. അത് നടക്കില്ല. ഇവരിവിടെ തനിച്ചാക്കിയിട്ട് ഞാൻ ഇനി എങ്ങോട്ടുമില്ല. പിന്നെ ജീവിതകാലം മുഴുവൻ ഒരാളെ ഭയന്ന് ഇവർക്ക് കാവലിരുന്നാൽ നിന്റെ ഭാവി എന്താവും? പേടിച്ച് തോറ്റു കൊടുക്കരുത് കിഷോർ. കീഴടങ്ങും തോറും ശത്രുവിന് ശക്തി കൂടും. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഈ വെക്കേഷന് ഞങ്ങളുണ്ടാവും നിന്റെ കൂടെ. അതെ, അയാള് വരട്ടെ, നമുക്ക് കാണാലോ. എന്തു തന്നെയായാലും നിന്നെ കൊണ്ട് ഞങ്ങൾ കോളേജിലേക്ക് പോകും. പോക്കരിത്തരങ്ങൾക്കും കൂട്ടു നിൽക്കുന്നത് ഞാനാണെന്ന് കോളേജിൽ എല്ലാവരും പറയുമ്പോഴും ഞാനത് കാര്യമാക്കിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്കും തോന്നിത്തുടങ്ങി. എനിക്കൊന്നും കേൾക്കണ്ട. ഇനി നിങ്ങൾ എന്നെ വിളിക്കാൻ വേണ്ട. ഹലോ സർ, സർ ഞങ്ങൾ പറയുന്നോട് കേൾക്കൂ. ഹലോ. സാർ കട്ട് ചെയ്തു. എന്താടാ സാർ ചൂടിലാണോ? അതെ, ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും സാറിനെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. ഒരു നിലയ്ക്ക് നമ്മൾ സാറിനോട് പറയാതെ വന്നത് തെറ്റാ. ആ സിറ്റുവേഷനിൽ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സാറിന് നല്ല വിഷമമുണ്ട്. എന്താടാ നമ്മളിങ്ങനെ ആർക്കും വേണ്ടാത്തവരായി പോയത്? ഒരു ദിവസം എല്ലാം മാറും. അത്രയ്ക്ക് വലിയ തെറ്റൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഹായ്.
അല്പം മുമ്പ് പെരിങ്ങോട് കരയ്ക്കടുത്ത് ചെത്തുകടവിൽ സംഭവിച്ച തോണി അപകടത്തെക്കുറിച്ച് തത്സമയ വാർത്തകളുമായി നമ്മോടൊപ്പം റിനു മാത്യു ലൈനിലുണ്ട്. റിനു, എന്താണ് ഏറ്റവും പുതിയ വാർത്തകൾ? സജി, ഒരു വലിയ ദുരന്തം തന്നെയാണ് ചെത്തുകടവും കേരളവും കഴിഞ്ഞ ഏതാനും സമയത്തിനുള്ളിൽ മുഖാമുഖം കണ്ടത്. 14 സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ 20 പേരെയും കൊണ്ട് ഇന്ന് രാവിലെ ചെത്തുകടവ് പുഴയിൽ മുങ്ങിയ വള്ളത്തിൽ നിന്നും 20 ജീവൻ രക്ഷിച്ച 3 ചെറുപ്പക്കാരെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഫയർഫോഴ്സും മറ്റ് സന്നാഹങ്ങളും എത്തും മുമ്പ് തന്നെ 20 പേരെ അതിസാഹസികമാം വിധം ഇവർ കരക്കെത്തിച്ചു. ചെത്തുകടവ് മാത്രമല്ല, കേരളം മുഴുവനും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ നാട് മുഴുവനും നിങ്ങളെ കാണാനും നിങ്ങളുടെ വാക്കുകൾ കേൾക്കാനുമായി കാത്തു നിൽക്കുകയാണ്. ആദ്യം ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ എറിക് ജോൺ. ഞാൻ ബാബുലു. അമൽ. ഞങ്ങൾ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ സ്റ്റുഡൻസാ. എന്നിട്ട് ഇവിടെ ഇവിടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ട്രീസ മാഡമാണ് ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഇപ്പോ ട്രീസ മേഡത്തോടാ ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത്. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ഇതുപോലൊരു സാഹസത്തിനുള്ള ഇൻസ്പിറേഷൻ, മനക്കരുത്ത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? മറ്റെവിടുന്നും അല്ല. ഏതൊരു പ്രതിസന്ധിയും വളരെ ലാഘവത്തോടെ കാണുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ പോൾ ഹെൻറി സാറിന്റെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ മനക്കരുത്ത്. സജി, കളക്ടർ, സ്ഥലം MLA തുടങ്ങി മറ്റ് പ്രമുഖരും ഇവിടെ എത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ഉടനെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏത് വേസ്റ്റിലും ഉണ്ട് മാഡം ഗോഡ്. അവരിപ്പോൾ എല്ലാവരുടെയും കണ്ണിലുണ്ണിയ. ഐ ആം പ്രൗഡ് ഓഫ് ദം. മാഡം, ഓഫീസിലേക്ക് ചീഫ് മിനിസ്റ്ററും എഡ്യൂക്കേഷൻ മിനിസ്റ്ററും വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്.